നടുവനാട് സമദർശിനി ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദി ക്യാമ്പും ഏകദിന ടൂറും സംഘടിപ്പിച്ചു. നിങ്ങൾക്ക് നെഗറ്റീവ് കോർഡിനേഷൻ ഉണ്ടോ? എടാ കോർഡിനേഷൻ ഉണ്ടോ നിങ്ങൾ നോക്കണ്ടേ? ഒന്നും കൂടെ നോക്കട്ടെ. 1 2 3 സ്റ്റാർട്ട്. 1 2 എടാ ഇവരെ കാണിക്കുമ്പോൾ ഇവരടിക്കൂ, നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ അടിക്കണം. ഇരിട്ടി ഇക്കോ പാർക്കിൽ നടന്ന ചടങ്ങ് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു. എൻ അർണവ് സ്വാഗതവും കെ മാളവിക അധ്യക്ഷതയും വഹിച്ചു. രഞ്ജിത്ത് കമൽ, ബൻഹർ കോട്ടത്തുവളപ്പിൽ, കെ ശശി എന്നിവർ സംസാരിച്ചു. സജീവൻ കുയിലൂർ, നിപുൺ പായം എന്നിവർ ക്ലാസ് എടുത്തു. കെ പ്രേമനിവാസൻ, സ്മിജേഷ് മുട്ടത്തിൽ, എം വി ശ്രീന, വി എം ശ്രീധരൻ, സി സുജാത, കെ ബിന്ദു, പി സാനിയ, എം ശ്രീഷ്മ എന്നിവർ നേതൃത്വം നൽകി. പ്രിയപ്പെട്ട വായനശാല ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞവരെ, പാർക്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? നമ്മൾ ഈ പാർക്കിൽ, നമ്മളെ പെരുമ്പറമ്പ് ഇക്കോ പാർക്കിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. വായനശാല ഇത്രയും ഒരു റിസ്ക് എടുത്ത് നിങ്ങളിങ്ങ് കൊണ്ടുവരുന്നത് എന്തിനാ? നമ്മളെല്ലാം കണ്ട് ആസ്വദിക്കാനും നമ്മൾ സന്തോഷത്തോടെ നമുക്ക് നടക്കുന്നതിനും, അതുപോലെ വായനശാലയ്ക്ക് വായിച്ച് വളരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും അല്ലേ? അതുപോലെ ഇപ്പം നിങ്ങളൊക്കെ എഴുതിയതും വായിച്ചും ഒക്കെ കുറേ അല്ലേ കഥകളൊക്കെ എഴുത്തൽ ഒക്കെ വായനശാലയിൽ ഇല്ലേ? അപ്പം നല്ല വായിക്കാനും ഒക്കെ നല്ല കഴിവുള്ള അല്ലെ അറിവുള്ള കൂടുതൽ അറിവുകളിലേക്ക് പോകുന്ന മക്കൾ തന്നെയാണ് നിങ്ങളെല്ലാവരും. ഈ ഒരു വെക്കേഷൻ സമയത്ത് വായന അടുത്ത ബന്ധമുണ്ടാ? കുറവല്ലേ? 25 വർഷമായി ബാലവേദി രൂപീകരിച്ചെന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ അത്തരത്തിലുള്ള ഏതാനും വിരലിൽ എണ്ണാവുന്ന അല്ലേ സുജീവേട്ട, വിരലിൽ എണ്ണാവുന്ന വായനശാലകൾ മാത്രമായിരിക്കും അങ്ങനെ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. കോവിഡിന് ശേഷമാണ് നമുക്കറിയാം നമ്മളെല്ലാം പല ആളുകളുടെ വീട്ടിലുള്ള പുസ്തകങ്ങളൊക്കെ എത്രയാണെന്നുള്ളതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവുക കോവിഡ് കാലത്ത് തന്നെയായിരിക്കും.